വർഷം ഒന്ന് പിന്നിട്ടു. ഹിജ്റയുടെ 2ാമത്തെ കൊല്ലമായപ്പോൾ അള്ളാഹിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാജ്യത്തെക്കുറിച്ച് പുറം ലോകം അറിയാൻ തുടങ്ങി. ഖുറൈശികൾ അതിനെ സസൂക്ഷ്മം നിരീക്ഷിച്ചു. അവർ ചിന്തിക്കുകയാണ്, ഇനി എന്താണ് ചെയ്യുക? മുഹമ്മദ് അവിടെ ശക്തി ആർജിക്കും. നമ്മൾ ഒരുപാട് ക്രൂരത അദ്ദേഹത്തോട് കാണിച്ചിട്ടുണ്ട്. ഒരു തിരിച്ചടിക്ക് തീർച്ചയായും സാധ്യതയുണ്ട്, നമ്മളത് അർഹിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ ആ തിരിച്ചടി വരുന്നതിന് മുമ്പ് ഒരറ്റാക്ക് അങ്ങോട്ട് നടത്തിയില്ലെങ്കിൽ ദുരന്തം വലുതായിരിക്കും. അതിനാൽ നമ്മൾ സജ്ജരായിരിക്കണം. ഖുറൈശ് പ്രമുഖരൊക്കെ യോഗം ചേർന്ന് ഒരു തീരുമാനമെടുത്തു. നമ്മൾ മുഹമ്മദ് ശക്തിയെ സംഭരിച്ച് ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നതിന് മുമ്പ് ഒരാക്രമണം അങ്ങോട്ട് നടത്തിയാൽ അതാണ് ബുദ്ധി. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. അതിന് സമ്പത്ത് വേണം. എന്താ ചെയ്യുക? ആരോ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. മുഹമ്മദിന്റെ ആളുകൾ തന്നെ നാട് വിട്ടു പോയപ്പം ഇവിടെ ധാരാളം സ്വത്ത് വിട്ടു പോയതുണ്ടല്ലോ, ആ സമ്പത്ത് എടുക്കാൻ നമുക്ക്. അവർക്കെതിരെയുള്ള യുദ്ധത്തിന് നോക്കണം നിങ്ങൾ, റസൂലുള്ളാഹിക്കെതിരെയുള്ള യുദ്ധത്തിന് മുസ്ലിങ്ങളുടെ സ്വത്ത് തന്നെ എടുക്കുക. എന്നിട്ടോ ആ സ്വത്തിൽ എല്ലാവർക്കും പങ്കാളിത്തം ഉണ്ടാകാൻ പ്രമുഖരൊക്കെ അവരെ വിഹിതവും വെക്കുക. ആ സമ്പത്ത് തന്നെ യുദ്ധത്തിന്റെ മൂലധനമായി കരുതി അത് ഉപയോഗിച്ച് കച്ചവടം നടത്തിയിട്ട് ലാഭം കൊണ്ട് യുദ്ധം, മറ്റതവിടെ സ്റ്റോക്ക്. അങ്ങനെ നിരന്തരം യുദ്ധം ചെയ്യാനുള്ള ഒരു പദ്ധതി ഇവരാവിഷ്കരിക്കുകയും ആ സമ്പത്തുമായി ചരക്കുകൾ വാങ്ങി കച്ചവടം ചെയ്യാൻ സിറിയയിലേക്ക് മക്കയുടെ നായകൻ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ 40-ലേറെ വരുന്ന ഒരു സംഘം പുറപ്പെട്ടിരിക്കുകയാണ്. ഈ വാർത്ത അള്ളാഹിന്റെ ഹബീബിന്റെ കാതിലെത്തുന്നു. അവിടുന്ന് ചിന്തിക്കുകയാണ്, ഇതൊരു വലിയ ഭീഷണിയാണ്. മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധത്തിനു വേണ്ടി ഖുറൈശികൾ തയ്യാറെടുക്കുന്നു. മദീനയെ ആക്രമിക്കപ്പെടും. അതിനാൽ നമ്മൾ മുന്നൊരുക്കം നടത്തണം. ഇവിടെ വലിയ അപകടം എന്താ? നമ്മളെ സമ്പത്ത് ഉപയോഗിച്ച് ആ സമ്പത്ത് കച്ചവടം ചെയ്ത് വർദ്ധിപ്പിച്ച് അതുകൊണ്ട് നമുക്കെതിരെ യുദ്ധം ചെയ്യുന്നു. അതും നമ്മളെ നാട്ടിലൂടെ യാത്ര ചെയ്ത്. ഇതാണിപ്പം നടക്കുന്നത്. സിറിയയിലേക്ക് അന്ന് പോകലയിലെ മദീനയിലൂടെയാണ്. അപ്പൊ കച്ചവടം കഴിഞ്ഞ് അവർ തിരിച്ചു വരുമ്പം ആരോട് പറഞ്ഞാലും ന്യായമാണ് എന്ന് പറയും. എന്താ? നമ്മളെ സ്വത്തല്ലേ അവരെ കയ്യിലുള്ളത്. ആ സമ്പത്ത് നമുക്ക് പിടിച്ചെടുക്കണം. ഇത് കൊള്ളയല്ല. മുസ്ലിങ്ങളെ സ്വത്തുമായിട്ട് ആ കച്ചവടത്തിന് പോയത്. അതും എന്തിനാ? ഇവർക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള സമ്പത്ത് ഉണ്ടാക്കാൻ. അത് നമ്മളെ നാട്ടിലൂടെ അതും കൊണ്ട് തിരിച്ചു പോകുമ്പോ അവരെ തടഞ്ഞ് നമ്മളെ സ്വത്ത് പിടിച്ചെടുക്കണം. ഇതൊരു യുദ്ധമല്ല. കാരണം മറുപക്ഷത്ത് യുദ്ധത്തിന് വന്ന ആളുകളല്ല, കച്ചവടക്കാരാണ്. അതുകൊണ്ട് ആയുധത്തിന്റെ ആവശ്യമില്ല. ആയുധങ്ങളൊന്നും ഇല്ലാതെ 300 ചില്ലാനും വരുന്ന ആളുകൾ, സാധാരണ നാട്ടിലൊരു പ്രശ്നം ഉണ്ടാവും, തടിച്ചുകൂടിയാവുന്ന ഒരു സംഘം ആളുകൾ, ഇവര് ഖുറൈശികൾ പോകുന്ന വഴിയിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ആ സമയത്ത് യാത്രാ സംഘത്തിന്റെ അന്വേഷണ സംഘത്തിന്റെ ദൃഷ്ടിയിൽ മുസ്ലിങ്ങളുടെ ഈ രംഗപ്രവേശം പെട്ടു. അവർ അബൂ സുഫിയാനെ വിവരം അറിയിച്ചപ്പോൾ, അയാൾ തന്ത്രജ്ഞനാണ്, അദ്ദേഹം വേഗം കടൽ ഭാഗത്തുകൂടെ യാത്ര തിരിച്ചുവിട്ട് അദ്ദേഹം മക്കയിലേക്ക് പുറപ്പെട്ടു. എന്നാൽ ലംലമത്ത് എന്ന് പേരുള്ള ഒരാളെ വാടകക്ക് വിളിച്ചു, വിവരം മക്കയിൽ ചെന്ന് പറയാൻ വേണ്ടി. അയാൾക്കതിന് വലിയ സമ്മാനവും കൊടുത്തു. നിങ്ങൾ ചെന്ന് ഖുറൈശികളോട് അപകടം ഉണ്ട്, സഹായിക്കാൻ വേണ്ടി വേണ്ടത് ചെയ്യാൻ ഒരുങ്ങണമെന്ന് പറയാനാണ് ലംലമത്തിനെ ഏൽപ്പിച്ചത്. ലംലമത്ത് വലിയ തന്ത്രജ്ഞനാണ്. ഇയാൾ കയറിയ ഒട്ടകത്തെ മക്കയിലെത്താൻ നേരത്തെ ഇയാൾ എന്ത് ചെയ്തു? അതിന്റെ മൂക്ക് മുറിച്ചു. ആ ചോര ഇയാളെ ശരീരത്തിലൊക്കെയും പുരട്ടി, കുപ്പായൊക്കെ കീറി. എന്നിട്ട് ലംലമത്ത് അട്ടഹസിച്ച് കരഞ്ഞു, ഇതാ മുഹമ്മദും സംഘവും അബൂ സുഫിയാനെയും സംഘത്തെയും പിടികൂടിയിട്ടുണ്ട്. ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. അബൂജഹിൽ ആഹ്വാനം ചെയ്തു, പെട്ടെന്ന് ഒരുങ്ങണം. ഇത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മദീനയെ ആക്രമിക്കാൻ 1000 വരുന്ന ഒരു സൈന്യത്തെ അവർ സജ്ജീകരിക്കുന്നു. ആ സേനയിൽ എല്ലാ ആയുധങ്ങളുമുണ്ട്, ആൾബലമുണ്ട്, സമ്പത്തുണ്ട്, ശേഷിയുണ്ട്. ഖുറൈശികളാണ് നമ്മൾ. ലോകത്തിന്റെ മുമ്പിൽ നമ്മളെ കരുത്തും നമ്മളെ ചങ്കൂറ്റവും കാണിച്ചു കൊടുക്കാൻ കിട്ടിയ അസുലഭ മുഹൂർത്തമാണ്. അതുകൊണ്ട് ഇറങ്ങണം. എല്ലാ ചെറുപ്പക്കാരെയും അബൂജഹിൽ പ്രചോദിപ്പിച്ചു, ഇറങ്ങി. അങ്ങനെ അതാ അവർ മദീനയിലേക്ക് മാർച്ച് ചെയ്യാൻ ഒരുങ്ങുമ്പോ
അബൂ സുഫിയാനും സംഘവും ഒരു പോറലുമേൽക്കാതെ അവര് ബീച്ച് വഴി മക്കത്തെത്തി. അപ്പൊ അബൂ സുഫിയാൻ ചോദിച്ചു എങ്ങോട്ടാണ്? അപ്പൊ നിങ്ങളല്ലേ മുഹമ്മദ് സംഘവും പിടിച്ചു എന്ന് പറഞ്ഞു. ആരെ പറഞ്ഞു? ആ ലംലം നിങ്ങൾ പറഞ്ഞയച്ച ആളല്ലേ. അത് ഞങ്ങളൊന്നും വിവരം തരാൻ പറഞ്ഞയച്ചതല്ലേ, ഞങ്ങളും അദ്ദേഹം തമ്മിൽ കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നിയതാണ്, അവരിറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പം നമ്മളൊരു യുദ്ധത്തിന് പോകേണ്ടതില്ല, ഒന്നും കൂടി ആലോചിച്ചിട്ട് പോകാമെന്ന്. പക്ഷെ അബൂ ജഹൽ പറഞ്ഞു പറ്റൂല, ഇതുപോലെ ഇനി നമ്മൾ ഈ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ അവസരം ഉപയോഗിച്ച് അപ്രതീക്ഷിതമാണെങ്കിൽ അപ്രതീക്ഷിതം നമ്മൾ നല്ലൊരാക്രമണം നടത്തി മദീനയെ നമുക്ക് മുച്ചൂടും തകർത്തു കളയണം. അങ്ങനെ പറഞ്ഞപ്പം വേറെ നേതാക്കന്മാര് മടിച്ചു. അതിൽപ്പെട്ട ഒരാളാണ് ഉമയ്യത്ത് ബിൻ ഖലഫ്. അയാളും പറഞ്ഞു ഇപ്പം അങ്ങനെ സംഭവിച്ചിട്ടൊന്നുമില്ലല്ലോ, നമ്മൾ പോകണ്ട. ഉമയ്യത്ത് ബിൻ ഖലഫ് ഇങ്ങനെ പറയാൻ കാരണം എന്താ? അയാൾക്ക് വേറൊരു സംഭവമുണ്ട്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. മദീനയിലെ നായകനാണ് സഅദ് ബിൻ മുആദ്. കച്ചവട രംഗത്ത് മക്കക്കാരനും മുശ്രിക്കുമായ ഉമയ്യത്ത് ബിൻ ഖലഫുമായിട്ട് ജാഹിലിയ കാലത്ത് നല്ല അടുപ്പുള്ള ആളാണ്. അങ്ങനെ ഒരു ദിവസം മദീനയിൽ നിന്ന് മക്കയിലേക്ക് തവാഫ് ചെയ്യാൻ വേണ്ടി സഅദ് റളിയല്ലാഹു അൻഹു വന്നിരുന്നു. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാനൊന്ന് തവാഫ് ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് എനിക്ക് അഭയം തരണം. കാരണം ഖുറൈശികൾ മദീനക്കാരെ ആക്രമിക്കുന്ന സമയമാണ്, ഇവർ അഭയം കൊടുത്തുകൊണ്ട് റസൂലുള്ളാഹിക്ക്. ആ സമയത്ത് ഉമയ്യത്ത് എന്ത് പറഞ്ഞു, ഞാൻ ഉച്ച സമയത്ത് പോകാം, ആള് ഒഴിഞ്ഞ നേരമായിരിക്കും, അതുകൊണ്ട് നമുക്ക് സ്വകാര്യമായിട്ട് വേഗം ചെയ്തു പോരാ. അങ്ങനെ ഇവരിങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അബൂജഹിൽ ഇത് കണ്ട്. അബൂജഹിൽ എന്ത് പറഞ്ഞു, എടാ സഅദേ, നീ വളരെ ധൈര്യത്തിൽ വന്ന് ഈ മക്കയിൽ വന്ന് തവാഫ് ചെയ്യുന്നുണ്ടല്ലടാ, നീ ആ മുഹമ്മദിനും കൂട്ടർക്കും അഭയം കൊടുത്തവരിൽപ്പെട്ട ആളല്ലേ എന്ന് പറഞ്ഞ് സഅദ് റളിയല്ലാഹു അൻഹുവിനെക്കൊള്ള അബൂജഹിൽ ചാടി വന്നു. സഅദ് റളിയല്ലാഹു അൻഹു വിട്ടുകൊടുത്തില്ല. അതേ, ഞങ്ങൾ അഭയം കൊടുത്തിട്ടുണ്ട്, എന്തു വേണം? അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെ മക്കയുടെ നേതാവായ ഉമയ്യത്ത് ബിൻ ഖലഫ് നിന്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ നിന്റെ തലയിൽ ഉടല് ബാക്കി ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, നാലേ നിങ്ങൾ ഇവിടെ പട്ടിണിയാകും, നിങ്ങൾക്ക് കച്ചവടത്തിന് യാത്ര പോകാൻ ഞങ്ങളെ നാട്ടിലൂടെ ഞങ്ങൾ അനുവദിക്കൂല, മക്ക കൃഷിയില്ലാത്ത നാടാ, നിങ്ങൾ കൂട്ടത്തോടെ ചാകും എന്നെ ഒരുത്തനെ കൊല്ലാൻ ശ്രമിച്ചാൽ. ധൈര്യമായി സഅദ് റളിയല്ലാഹു അൻഹു കഅബന്റെ മുറ്റത്തുനിന്ന് പ്രതികരിച്ചു. അപ്പൊ ഉമയ്യത്ത് പറഞ്ഞു, ഓ സഅദേ, നിങ്ങൾ ശബ്ദം ഉയർത്തി സംസാരിക്കല്ല, ഇതാരാന്ന് പറയോ? ഞങ്ങളെ നേതാവാണ് അംറു ബിൻ ഹിശാം, ഇദ്ദേഹത്തോട് കയർത്ത് സംസാരിക്കരുത് എന്ന് പറഞ്ഞ നേരത്തതാ സഅദ് റളിയല്ലാഹു അൻഹു ഉമയ്യത്ത് ബിൻ ഖലഫിനോട് പറഞ്ഞിട്ടുണ്ട്, ദഅനാ അൻക യാ ഉമയ്യാ, ഉമയ്യാ നീ പോടാ. ഫവല്ലാഹി ലഖദ് സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, എൻ്റെ നേതാവ് മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നഹും ഖാതിലൂക്ക്, നബി തങ്ങളെ അനുയായികളാൽ ഉമയ്യത്ത് ബിൻ ഖലഫ് വധിക്കപ്പെടുമെന്ന് നബി തങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇജ്ജേറെ സംസാരിക്കണ്ട, ഇയൊക്കെ ഞങ്ങൾ ആൾക്കാരെ കൊണ്ട് കൊല്ലപ്പെടാനുള്ളതാണ്. ഇത് കേട്ടപ്പം ഉമയ്യത്ത് ബിൻ ഖലഫ് ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്, അൽ അമീൻ, ജീവിതത്തിൽ പറഞ്ഞതൊക്കെ പുലർന്നിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ അവർ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം എന്താ, ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹുവിനെ പോലുള്ള മഹാന്മാരെ കയ്യും കാലും കെട്ടിയിട്ട് നെഞ്ചത്ത് പാറക്കല്ല് കയറ്റി വെച്ച മനുഷ്യനാണ് ഇയാള്. കയറുകൊണ്ട് കാലിന് കെട്ടിയിട്ട് ആ കയറിന്റെ മറുതല കുതിരയുടെ കാലിന് കെട്ടിയിട്ട് വലിച്ചു കൊണ്ടുപോയ ദുഷ്ടനാണിത്. അന്ന് നബിതങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇവരൊക്കെ കൊല്ലപ്പെടാനുള്ളവരാണ്. ഈ വാർത്ത കേട്ടപ്പം ഇയാൾക്ക് പേടി. അപ്പൊ ചോദിച്ചു, അല്ല സഅദേ, അത് മക്കേന്നാണോ കൊല്ലുക? അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു അതൊന്നും പറഞ്ഞിട്ടില്ല, എവിടുന്നാണ് കൊല്ലുന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇയാളെ മനസ്സിൽ ഈ ബേജാറുകൊണ്ടാ മൂപ്പരെന്തിന് പറയണത്, ഇപ്പൊ യുദ്ധത്തിന് പോണ്ടെന്ന് പറയണം. പക്ഷെ അബൂജഹിൽ പറഞ്ഞു, നിങ്ങളെപ്പോലത്തെ നേതാക്കന്മാരിങ്ങനെ വയ്യോട്ട് നമ്മളെ ചെറുപ്പക്കാരെ വീര്യം ചൂരും, അതുകൊണ്ട് നിങ്ങൾ മുന്നിലെക്കിന്നാണ്. അവസാനം മനല്ല മനസ്സോല ഇയാൾ വീട്ടിൽ ചെന്നു.
യുദ്ധത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഭാര്യ പിന്നെയും ചോദിച്ചു, അല്ല നിങ്ങളെ യസ്രിബിലെ കൂട്ടുകാരൻ പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നിങ്ങൾ കൊല്ലപ്പെടുമെന്ന് പ്രവചനമുണ്ട്? ആ ഓർമ്മയൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അതിന് അങ്ങോട്ട് പോവില്ല. അത് നമ്മൾ അംർ ബിൻ ഹിശാമിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഇറങ്ങാണ്. എന്തെങ്കിലും തന്ത്രം എടുത്തിട്ട് ഞാൻ വൈക്കന്ന് കൂടെ മടങ്ങുന്നതാണ്. അങ്ങനെയാണ് ഇയാള് കൂടെ പോകുന്നത്. പോണ വൈക്കലൊക്കെ ഇയാൾക്ക് മൂത്രമൊഴിക്കാൻ മുട്ടും. അബൂജയിൽ എടുത്തു പോയാൽ നിൽക്കും. ഇയാളെ പിന്തിരിയാൻ മൂപ്പര് സമ്മതിച്ചില്ല. അള്ളാന്റെ ഖളാ നടക്കണ്ടേ. അങ്ങനെ ഇവര് എല്ലാ ഖുറൈശിത്തരവും കാണിച്ച് ആർഭാടവും ബഹളവും വെച്ച് പോകുകയാണ്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്നാണ് വിവരമറിയുന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഒരു യുദ്ധം. അതിനുള്ള ആൾബലമില്ല, ആയുധമില്ല, ഭക്ഷ്യവസ്തുക്കളില്ല, ഒന്നുമില്ല. ഒരു യുദ്ധത്തിലേക്ക് വലിച്ചേക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നല്ല ഒരു പാഠം നമ്മളൊക്കെ പഠിക്കണം. ഇസ്ലാം സിവിലിയന്മാർ ആയുധമെടുക്കുന്നതിന് നിരോധിച്ച മതമാണ്. സാധാരണ ജനങ്ങൾ ആയുധമെടുക്കാൻ പാടില്ല. ഒരു രാഷ്ട്രത്തിന്റെ നിയമമനുസരിച്ചും അത് പാടില്ലാത്തതാണ്. സിവിലിയന്മാരെ കയ്യിൽ ആയുധം കൊടുക്കുക എന്നത് അരാജകത്വം ഉണ്ടാക്കുന്ന അനുഭവമാണ്. ഇതുകൊണ്ടാണ് മക്കയിൽ നിങ്ങൾ നോക്കൂ, 13 കൊല്ലക്കാലത്ത് മുത്തുനബിക്കും മുസ്ലിങ്ങൾക്കുണ്ടായ പീഡനം എത്രയാണ്. ഈ കാലത്തൊന്നും ആയുധമെടുത്ത് പ്രതിരോധിക്കാൻ അള്ളാന്റെ റസൂലോ അള്ളാഹുവോ സമ്മതിച്ചില്ലെന്നു മാത്രമല്ല, 70 ചില്ലാനം ആയത്തുകളിലൂടെ ആയുധം കൊണ്ട് ആക്രമിക്കുന്നതിനെയും പ്രതിരോധിക്കുന്നതിനെയും എതിർത്തുകൊണ്ട് അള്ളാഹു ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട്. മുത്തുനബിയും പറഞ്ഞു, ക്ഷമിച്ചോ, നിങ്ങൾ ഈ അക്രമം കാണിക്കുന്നവരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കരുത്. കാരണം എന്താ, സിവിലിയന്മാർ അവരായുധെടുത്താൽ എല്ലാ സമൂഹത്തിലും ഉണ്ടാവും സാധാരണ ജനങ്ങൾ. അവരൊക്കെ ആയുധെടുക്കും. ഒരു പ്രശ്നത്തിനും ആയുധം കൊണ്ടുള്ള ആക്രമണം പരിഹാരമല്ല. ആയുധം കൊണ്ട് പരിഹാരം ഉണ്ടാക്കാൻ ആർക്കേ കഴിയൂ? ഭരണാധികാരിക്ക് കഴിയൂ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ ഒരു ഭരണകൂടത്തിന്റെ നായകനാണ്. ആ രാഷ്ട്രത്തിലെ ജനതയെ ആയുധം ഉപയോഗിച്ച് ആക്രമിക്കാൻ ഒരു സൈന്യം വന്നാൽ ആ സൈന്യത്തിന്റെ ആക്രമണങ്ങളിൽ നിന്ന് ആ രാഷ്ട്രത്തിലെ ജനങ്ങളെ രക്ഷിക്കേണ്ടത് ആരുടെ ബാധ്യതയാണ്? ഭരണാധികാരിയുടെ ചുമതലയാണ്. ആ സമയത്താണ് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വലിയൊരു സേന വരുന്നത്. ഇതിനു മുമ്പ് ഈ കാലം വരെ നുബുവത്ത് കിട്ടി 15 കൊല്ലമായിട്ടും ആയുധമെടുത്ത് ആക്രമിക്കാൻ അല്ലാഹുവും റസൂലും അനുവദിച്ചിരുന്നില്ല. ഇപ്പോൾ ഇതാ സന്നിഗ്ധ ഘട്ടം വന്നിരിക്കുകയാണ്. മദീന എന്ന നാടിനെ അതിൻ്റെ ജന്മകാലത്തു തന്നെ മുളയിലെ നുള്ളിക്കളയാൻ വേണ്ടി ശത്രുക്കൾ വന്നിരിക്കുന്നു. ആ സമയത്ത് അല്ലാഹു ആയത്ത് അവതരിപ്പിക്കുന്നു സൂറ ഹജ്ജിൽ, ഉദിന ലില്ലദീന യുഖാത്തലൂന ബിഅന്നഹും ളുലിമൂ വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. ഉദിന ലില്ലദീന യുഖാത്തലൂൻ, ഇങ്ങോട്ട് യുദ്ധം അടിച്ചേൽപ്പിക്കപ്പെട്ട ജനവിഭാഗത്തിന് പ്രതിരോധിക്കാൻ അല്ലാഹ് സമ്മതം തന്നിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, യുദ്ധത്തിന് അനുമതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിസ്കാരം അങ്ങനെയല്ല, കൽപ്പിക്കുകയാണ്. അഖീമുസ്സലാ ആത്തുസ്സക്കാ വഅത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. ഈ ഇബാദത്തുകൾക്കൊക്കെ കൽപ്പന വരുമ്പോ യുദ്ധത്തിന് എന്താ വരുന്നത്? അനുമതിയാണ്. എന്താണ് അതിൻ്റെ കാരണം? ഇത് നേരത്തെ നിരോധിച്ചതായിരുന്നു എന്നതാണ്. 70-ലധികം ആയത്തുകളിലൂടെ ആയുധം കൊണ്ടല്ല നിങ്ങൾ എതിരാളികളെ നേരിടേണ്ടത് എന്ന് അല്ലാഹു നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അനുമതി തന്നിരിക്കുന്നു. കാരണം നിങ്ങളിപ്പം സിവിലിയന്മാരെ കൂട്ടായ്മയല്ല, ഇതൊരു ഭരണകൂടമാണ്. ഭരണകൂടത്തെ ആക്രമിക്കാൻ, ജനങ്ങളെ ആക്രമിക്കാൻ വന്നാൽ ആയുധം ഉപയോഗിച്ച് പ്രതിരോധിച്ച് നാടിനെയും ജനതയെയും സംരക്ഷിക്കേണ്ട കടപ്പാട് ആ നാടിന്റെ ഭരണാധികാരിക്കുണ്ട്. ഇത് ലോകത്ത് ആരാ അംഗീകരിക്കാത്തത്? നമ്മളെ ഇന്ത്യക്ക് പ്രതിരോധ മന്ത്രാലയമില്ലേ, മന്ത്രിമാരില്ലേ, പാകിസ്ഥാനില്ലേ, ബ്രിട്ടനില്ലേ, അമേരിക്കക്കില്ലേ? ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും പ്രതിരോധ സേനയുണ്ട്, ആയുധമുണ്ട്, മന്ത്രിമാരുണ്ട്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ ചെയ്യേണ്ടി വന്നത്. ഇത് മറ്റ് മതക്കാരെ കൊല്ലുക എന്നതോ ആക്രമിക്കുക എന്നതോ അല്ല, മറ്റ് രാഷ്ട്രത്തെ ആക്രമിക്കുക എന്നതല്ല. തൻ്റെ രാജ്യത്തെയും ജനതയെയും ആക്രമിക്കാൻ വരുന്ന സമൂഹത്തിൽ നിന്ന് ആ രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് ഭരണാധികാരിയുടെ ചുമതലയാണ്.
അതിൻ്റെ സമയം വന്നപ്പം അള്ളാഹു അനുമതി കൊടുക്കുകയാണ്, നിങ്ങൾ ആയുധമെടുക്കണം. ഇസ്ലാമിൽ മുത്തുനബി നയിച്ച ഏത് യുദ്ധം പരിശോധിച്ചാലും ഈ പശ്ചാത്തലം നമുക്ക് കാണാം. ഇനി വരാൻ പോകുന്ന ഉഹദ്, അത് മദീനയിലേക്ക് ശത്രുക്കൾ വന്നപ്പം പ്രതിരോധിച്ചതാ. ഖന്തക്ക് മദീനയെ വളഞ്ഞപ്പം പ്രതിരോധിച്ചതാണ്. ഓരോ യുദ്ധവും അങ്ങനെയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭരണകൂടം എന്ന നിലക്ക് നടത്തിയ ഈ പ്രതിരോധത്തെ ഇന്ന് ചില ആളുകൾ തെറ്റായി വ്യാഖ്യാനിച്ച് ഓരോ ഗ്രാമത്തിലും ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് ആയുധ പരിശീലനം നൽകി നിങ്ങൾ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ, മറ്റു മതസംഘടനകൾക്കെതിരെ, മത നേതൃത്വത്തിനെതിരെ ആയുധമെടുക്കണമെന്ന് പറഞ്ഞ് ബദറിനെ അതിന് കൂട്ടുപിടിക്കാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ. ഇസ്ലാമിലെ ജിഹാദ്, ഇസ്ലാമിലെ പ്രതിരോധം ഒരിക്കലും സിവിലിയന്മാരെ ആയുധമെടുപ്പിക്കുന്ന പ്രതിരോധമല്ല. അത് ഭരണകൂടം അനിവാര്യ ഘട്ടത്തിൽ എടുക്കേണ്ട ഒരു നടപടി മാത്രമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും ഈ സന്നിഗ്ധ ഘട്ടത്തിൽ പ്രതിരോധത്തിന് തയ്യാറെടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിനുള്ള അനുമതി കൊടുത്തു. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ചേർന്ന് പ്രതിരോധത്തിന് തീരുമാനിച്ചപ്പോഴേക്ക് ശത്രുക്കളുടെ അംഗബലവും ആയുധബലവും ഒരിക്കലും മറികടക്കാനുള്ള ഒന്നും റസൂലുള്ളാഹിന്റെ കയ്യിലില്ല. നബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനീങ്ങളെ ആയുധം അത് എക്കാലത്തും പ്രാർത്ഥനയാണ്. പ്രാർത്ഥന കൊണ്ട് മാത്രമേ വിജയമുള്ളൂ. ബദറിലും നബി തങ്ങൾ ഉപയോഗിച്ച ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ്. സ്വഹാബത്തിനോട് അവിടുന്ന് ചോദിച്ചിട്ടുണ്ട്, മുഹാജിറുകളോട് ചോദിച്ചു, അൻസാറുകളോട് ചോദിച്ചു, എല്ലാവരോടും ചോദിച്ചു, എന്തു വേണം, എന്താ നിങ്ങളൊക്കെ അഭിപ്രായം? ആദ്യം മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, നബിയെ അങ്ങയോടൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കാൻ ഞങ്ങളുണ്ടാകും. ഉമറുൽ ഫാറൂഖ് തങ്ങളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. നബി തങ്ങൾക്ക് അവരുടെ വിഷയത്തിലല്ല സംശയം, അല്ലെങ്കിൽ അവരുടെ പരസ്യ പ്രഖ്യാപനമല്ല പ്രതീക്ഷിക്കുന്നത്, മദീനക്കാരുടെ പിന്തുണ വേണം. അപ്പോൾ ഔസിന്റെയും ഖസറജിന്റെയും ഗോത്രത്തലവന്മാർ വന്ന് പറഞ്ഞു, നബിയെ അങ്ങ് ആ കടലിടുക്കിലേക്ക് എടുത്തു ചാടാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടാൽ അങ്ങയോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ മുന്നിൽ നിന്ന് നയിക്കുക, ഞങ്ങൾ കൂടെയുണ്ട്, ഒരിക്കലും ഞങ്ങൾ പിന്നോട്ട് പോകൂല. മുത്തുനബി തങ്ങൾ ബദറിൽ തമ്പടിക്കാൻ തീരുമാനിച്ചു. തൊട്ടടുത്ത ദിവസം പരിസരത്തായി ശത്രുക്കൾ എത്തിച്ചേർന്നു. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പോലുള്ള യുദ്ധ വിദഗ്ധർ നബി തങ്ങൾ ഉപയോഗപ്പെടുത്തി അവരെ. അങ്ങനെ ടെന്റ് കെട്ടേണ്ട സ്ഥലവും സൗകര്യങ്ങളുള്ള സ്ഥലമൊക്കെ നോക്കി അങ്ങനെ നബി തങ്ങൾ സജ്ജനായി. പരിശുദ്ധമായ റമളാനു ശരീഫിലാണ് ബദറിലേക്ക് പുറപ്പെടുന്നത്. ആദ്യത്തെ ദിവസം നോമ്പുകാരാണ്. രണ്ടാമത്തെ ദിവസം നബി തങ്ങൾ പറഞ്ഞു, യാത്രക്കാർക്ക് നോമ്പ് ഉപേക്ഷിക്കാം. അതുകൊണ്ട് ബദറിൽ നിന്ന് മദീനയിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ അപ്പുറമാണ് ബദർ. അങ്ങോട്ട് പലരും കാൽനടയായാണ് യാത്ര ചെയ്യുന്നത്. ചെരുപ്പ് പോലുമില്ലാതെ ശീല ചുറ്റിയിട്ടാണ് യാത്ര. കല്ലും മുള്ളും ചൂടേറിയ പാറക്കെട്ടുകളും മണൽക്കാടുകളും താണ്ടിയുള്ള യാത്രയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവർക്ക് ധൈര്യം പകർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ബദറിൽ തമ്പടിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം തന്നെ ഒരു മഴയിലൂടെ മുസ്ലിങ്ങൾക്ക് സഹായം നൽകി. ആ മഴ മുസ്ലിങ്ങൾ തമ്പടിച്ച ആ മണ്ണിന് ഗുണകരവും ശത്രുക്കൾ തമ്പടിച്ച താഴ്വരക്ക് അപകടവുമായിരുന്നു. അവർക്ക് ചളിപിളിയായി വളരെ പ്രയാസമുണ്ടായി. മുസ്ലിങ്ങൾക്ക് ആ മഴ കൊണ്ട് മണ്ണ് ഉറച്ചു കിട്ടിയെന്ന് മാത്രമല്ല, ശുദ്ധവെള്ളം ടാങ്കിൽ ഭദ്രമായി സംരക്ഷിച്ച് നിർത്താനും അവസരമുണ്ടായി. അങ്ങനെ ഖുറൈശികൾ അഹങ്കാരത്തോടെ ആദ്യം തന്നെ അവർ ഈ ദ്വന്ദ്വ യുദ്ധത്തിന് വെല്ലുവിളിച്ചു. ഞങ്ങളുമായി നേർക്ക് നേരെ ഏറ്റുമുട്ടാൻ ധൈര്യമുള്ളവരാരെങ്കിലും ഉണ്ടോ? ആ സമയത്ത് മഹാന്മാരായ മദീന നിവാസികളായ 3 സ്വഹാബികൾ ഇറങ്ങിച്ചെന്നു. അവര് പറഞ്ഞു, എടോ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഖുറൈശികളോട് ഏറ്റുമുട്ടാൻ മാത്രമായിട്ടുണ്ട്. ഞങ്ങളെ നാട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയ ഭീരുക്കളില്ലേ നിങ്ങളെ കൂടെ, അവരോട് ഇറങ്ങി വരാൻ പറ. അപ്പോഴാണ് മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു, മഹാനായ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഈ ധീരശൂര പരാക്രമികൾ രംഗത്ത് വരുന്നു. അതിനു മുമ്പേ
അസ്വദ് എന്നു പേരുള്ള ശത്രുപക്ഷത്തിന്റെ ഒരാജാനുബാഹു, എല്ലാ അടവും പഠിച്ച സർവ്വ ആയുധങ്ങളും ഏന്തിയ, അവന്റെ കണ്ണല്ലാത്ത മറ്റൊന്നും പുറത്തു കാണുന്നില്ല, അത്രയും വലിയ പ്രതിരോധം അണിഞ്ഞ ഒരു ശത്രു. അവൻ പ്രതിജ്ഞ ചെയ്തു, ഞാൻ ആ വെള്ള ടാങ്ക് തകർക്കും, അല്ലെങ്കിൽ അതിൽ നിന്ന് വെള്ളം കുടിക്കും. അതൊരു വെല്ലുവിളിയായി മുസ്ലിംകളും സ്വീകരിക്കുന്ന അത് കാണണം. അങ്ങനെ ആ അസ്വദാണ് ആദ്യം മുന്നോട്ട് വരുന്നത്. അവന്റെ കുതിരപ്പുറത്ത് ശക്തമായ ഒരു ചാട്ടം ഈ ഹൗദിന് നേരെ ചാടുന്നു. ആ സമയത്ത് മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഒരു കുരുവി പറക്കുന്നത് പോലെ പറന്ന് ഇവനതാ ഒരൊറ്റ വിട്ടുകൊടുക്കുന്നു. ഇവൻ നേരെ കുതിരപ്പുറത്ത് ആ ടാങ്കിൽ കടുവ, അവിടുന്ന് ബാക്കിയും പൂർത്തീകരിച്ചു. അങ്ങനെ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഇവരാകെ വെപ്രാളപ്പെട്ടു. പിന്നെ നേർക്ക് നേരെയുള്ള ഏറ്റുമുട്ടലാണ്. നിമിഷ നേരം കൊണ്ട് ഉതുബത്തും അതുപോലെ ശൈബത്തും അവരെ മകൻ വലീദും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിലംപതിച്ചു. ഇതോടെ തന്നെ ഖുറൈശികളാകെ പരിഭ്രമിച്ചു. എന്താ ഈ കാണുന്നത്? നമ്മളെ ഏറ്റവും വലിയ ആൾക്കാരാണ്, ഒന്ന് പൊരുതാൻ പോലും സാധിക്കാതെ പിടഞ്ഞു വീണിരിക്കുന്നത്. ഇനി എന്തു ചെയ്യും? ഇനി ഈ പരീക്ഷണത്തിന് മുതിരുന്നത് ബുദ്ധിയല്ല. നമ്മൾ ഇത്രയും ആളുകളുണ്ടല്ലോ, അതിനാൽ ഒന്നിച്ചൊരു അറ്റാക്ക് അവരെ നമുക്ക് മൂക്കിൽ വലിച്ചു കളയാൻ മാത്രമേ ഉള്ളൂ എന്ന് കരുതിയാണ് രംഗത്ത് വന്നത്. പക്ഷേ അല്ലാഹുവിന്റെ സഹായം കൊണ്ട് ഈ വന്നവരിൽ നിന്ന് 70 കശ്മലന്മാർ വധിക്കപ്പെടുകയാണ്. 70 പേരെ പുള്ളികളായി പിടിക്കപ്പെടുകയാണ്. അങ്ങനെ അവസാനം പരാജയപ്പെട്ട് ഇവര് തോറ്റു ഓടി. അള്ളാഹുവിന്റെ സഹായത്താല് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാഷ്ട്രം ലോകത്തിന്റെ ശ്രദ്ധയാകർഷിക്കാൻ തുടങ്ങി. അന്നത്തെ ഏറ്റവും വലിയ ശുജായികളായ ഖുറൈശികളെ തോൽപ്പിച്ചവർ എന്നത് അതൊരു വലിയ ബഹുമതിയായി. അങ്ങനെ 70 പേരെയുമായി റസൂലുള്ളാഹി മക്കയിലേക്ക് പോയി. ആ കൂട്ടത്തിൽ അവിടത്തെ എളാപ്പയായ അബ്ബാസ് തങ്ങളുണ്ട്. അബ്ബാസ് നാട്ടില് മുസ്ലിം ആയിട്ടുണ്ട്, അബ്ബാസുകളും ഭാര്യയൊക്കെ, പക്ഷെ പുറത്തു പറഞ്ഞില്ല. അതുകൊണ്ട് നിർബന്ധിത സാഹചര്യത്തിൽ യുദ്ധത്തിന് പോന്നതാ. പിടിക്കപ്പെട്ടപ്പോൾ അവരും കൊണ്ടുവന്നു. ആ കൊണ്ടുവരപ്പെട്ട ജയിൽ പുള്ളികളെ, യുദ്ധത്തടവുകാരെ മദീനത്തെ പള്ളിയുടെ ചെരുവിൽ അവർക്ക് താമസ സൗകര്യമൊരുക്കി. ആ സമയത്തതാ സ്വഹാബത്തൊക്കെ സന്തോഷത്തിലാണ്. മുത്തുനബി മാത്രം ഇങ്ങനെ കരയുന്നു. സ്വഹാബത്ത് ചെന്ന് അന്വേഷിച്ചു, എന്തിനാ നബി അവിടുന്ന് കരയുന്നത്? നബി പ്രതികരിച്ചു, മാലി ഇന്നി അസ്മൗ ഹനീന അബ്ബാസ്. എങ്ങനെ കരയാതിരിക്കും? എൻ്റെ അബ്ബാസിന്റെ കരച്ചിലല്ലേ ഞാനാ കേൾക്കുന്നത്. നോക്കണം നിങ്ങൾ, മുത്തുനബിയുടെ തലയെടുക്കാൻ വന്ന സൈന്യത്തിൽപ്പെട്ട അബ്ബാസ് കരയുന്നത് കാരുണ്യത്തിന്റെ കേദാരമായ ഹബീബിന് സഹിക്കാൻ കഴിയുന്നില്ല. എത്രയാണ് അവിടുത്തെ സ്നേഹം. സ്വഹാബികൾ ചെന്ന് അബ്ബാസിന്റെ കെട്ടഴിച്ചു വിട്ടു. അദ്ദേഹം സുഖമായി കിടന്നുറങ്ങാം, പിന്നെ ശബ്ദമൊന്നും കേൾക്കില്ല. അപ്പൊ മുത്തുനബി അന്വേഷിക്കുന്നു, അബ്ബാസ്, എന്തു പറ്റി? അബ്ബാസിന്റെ നിലവിളിപ്പം കേൾക്കുന്നില്ലല്ലോ. സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, അദ്ദേഹത്തിന്റെ കരച്ചിൽ നിങ്ങളെ ഉറക്കം കെടുത്തിയതിനാൽ ഞങ്ങൾ അദ്ദേഹത്തെ കെട്ടഴിച്ചിട്ടു. ഇപ്പം സുഖമായി ഉറങ്ങുകയാണ്. ഞങ്ങൾ ഉറങ്ങാതെ കാവൽ നിൽക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് ഉടനെ പറഞ്ഞു, ഇഫ്അൽ ബിൽ ഉസാറാ കുല്ലിഹിം. എല്ലാ യുദ്ധത്തടവുകാരുടെയും കെട്ട് നിങ്ങൾ അഴിച്ചിടണം. അവരോട് നിങ്ങൾ കൃപ കാണിക്കണം. നിങ്ങൾ ഉറങ്ങാതെ അവർക്ക് വേണ്ടി കാവൽ നിൽക്കണം. യുദ്ധത്തടവുകാരോട് എങ്ങനെയാണ് ലോകത്ത് പെരുമാറേണ്ടത് എന്ന് അള്ളാഹിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ള ലോകത്തിന് അവതരിപ്പിച്ചത് എല്ലാം ശാന്തിയുടെയും സമാധാനത്തിന്റെയും ലോകത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആശയങ്ങളുടെയും സംക്ഷിപ്തമാണ്. അങ്ങനെ എല്ലാ യുദ്ധത്തടവുകാർക്കും മാന്യമായ താമസം, ഭക്ഷണം ഇതൊക്കെ കൊടുത്തു. അവസാനം ഇവരെ വിട്ടയക്കാൻ ലളിതമായ ഒരു വ്യവസ്ഥ വെച്ചു. അത് മറ്റൊന്നുമല്ല, ഇവര് മോചന ദ്രവ്യം നൽകിയാൽ പോകാം. അത് ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി നോക്കിയിട്ട്
എല്ലാവർക്കും ഒരുപോലെ വെച്ചില്ല. പാവപ്പെട്ടവർക്ക് അതിനനുസരിച്ച്, അല്ലാത്തവർക്ക് അതിനനുസരിച്ച് അങ്ങനെ തീരുമാനിച്ചു. ഇനി നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ആ വിധത്തിൽ പണമടച്ച് രക്ഷപ്പെടാൻ വകുപ്പില്ലാത്ത പാവങ്ങൾ ഉണ്ടെങ്കിൽ ലോകത്തിന് യുദ്ധത്തടവുകാരുടെ ഊർജം എങ്ങനെ ഉപയോഗിക്കണമെന്ന പാഠവും കൂടി ഹബീബ് പഠിപ്പിക്കുകയാണ്. മല്ലം യകുൻ മഅഹു ഫിദാഉൻ വഹുവ യഹ്സുനുൽ കിതാബാ. ആരെങ്കിലും ഫിദിയ നൽകാൻ സാമ്പത്തിക ശേഷിയില്ലാത്തവർ ഉണ്ടെങ്കിൽ, അയാൾ എഴുതാനും വായിക്കാനും അറിയുന്ന സാക്ഷരനും ആണെങ്കിൽ, ദഫഅ ഇലൈഹി അശറത ഗിൽമാനിൻ മിൻ ഗുൽമാനിൽ മദീന, മദീനയിലെ നിരക്ഷരരായ 10 കുട്ടികളെ അവർക്കതാ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഫഇദാ തഅല്ലമുൽ കിതാബ, ആ 10 കുട്ടികൾ എഴുതാനും വായിക്കാനും പഠിച്ചു കഴിഞ്ഞാൽ ഫദാലിക ഫിദാഉഹു, അതവരുടെ മോചന ദ്രവ്യമായി കണക്കാക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. നോക്കൂ നിങ്ങൾ, എന്തൊരു നല്ല മാതൃക. ഈ അടുത്ത് നമ്മളെ കേരളത്തിലെ ഒരു DGP അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ എന്താണ് ഈ ജയിലിലുള്ള ആളുകൾക്ക് ചപ്പാത്തി ഉണ്ടാക്കണ ജോലി കൊടുക്കാൻ കാരണം? എനിക്ക് പ്രചോദനം കാരുണ്യത്തിന്റെ കേദാരമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് യുദ്ധത്തടവുകാരോട് ഈ രീതിയിൽ പ്രവർത്തിപ്പിച്ചതാണ്. അതുകൊണ്ട് ഒരുപാട് യുവാക്കൾ, ലക്ഷക്കണക്കിന് യുവാക്കൾ ജയിലിൽ വെറുതെ ഇരുന്ന് ഇങ്ങനെ തിന്ന് കൊഴുക്കുകയാണ്. അവരവിടെ ആസൂത്രണം ചെയ്യുന്നത് എന്താ? ഓരോരുത്തരുടെയും കളവിലും കൊലപാതകത്തിലും ബലാത്സംഗത്തിലുള്ള അറിവുകൾ പങ്കുവെക്കുകയാണ്. എന്നിട്ട് ഏതെങ്കിലും കാലത്ത് ഇവരെ തുറന്നു വിട്ടാൽ പിറ്റേന്ന് തന്നെ ഇവർ ജയിലിലാകുന്ന അവസ്ഥയാണുള്ളത്. ഇതിനു പകരം അവരുടെ ശേഷിയും കഴിവും സമൂഹത്തിന് ഉപയോഗപ്പെടുത്തണമെന്ന പാഠം ലോകത്തെ പഠിപ്പിച്ച നായകനാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മുത്തുനബി അതാ അവർക്കൊക്കെ ഇങ്ങനെ വീതിച്ചു കൊടുക്കുമ്പം തന്റെ എളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ ഇതാ നിങ്ങൾക്ക് വേണ്ടിയും അതുപോലെ നിങ്ങളെ കൂട്ടത്തിൽ വന്ന ബന്ധുവായ ഒരാളുണ്ട്, അയാൾക്ക് വേണ്ടിയും നിങ്ങൾ ഫിദിയ അടക്കണം. ഓൻ പാവപ്പെട്ടവനാണെന്ന്. അപ്പൊ അബ്ബാസ് നിങ്ങൾ പറഞ്ഞു, ഓൻ്റെ അതെന്തിനാ ഞാൻ അടക്കണം? നിങ്ങൾ പണക്കാരനാവുകൊണ്ട് നിങ്ങൾ അടക്കണം. അപ്പൊ ഇത്ര ഒന്നും അടക്കാൻ എനിക്ക് കഴിയൂലെന്ന്, എൻ്റെ അടുത്ത് അതിനുള്ള കാശൊന്നുമില്ല. ഇത് പറഞ്ഞപ്പം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഫഅൈനൽ മാലുല്ലദീ ദഫൻതഹു അൻത വ ഉമ്മുൽ ഫളി, നിങ്ങളും നിങ്ങളുടെ ഭാര്യ ഉമ്മുൽ ഫളിലും കുഴിച്ചിട്ട ധനം എവിടെ പോയി? ഇതൊരു വലിയ രഹസ്യമാണ്. അബ്ബാസ് തങ്ങൾ ബദറിലേക്ക് വലിച്ചഴിക്കപ്പെട്ടതാണ്. അബൂജഹലിന്റെ നിർബന്ധത്തിന് വഴങ്ങിപ്പോന്നതാണ്. പോരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വലിയ പണക്കിഴി, സ്വർണനാണയങ്ങൾ ഭാര്യയോടൊപ്പം രഹസ്യമായി വീട്ടിന്റെ ഒരു മൂലയിൽ ഭദ്രമായി കുഴി കുഴിച്ച് അതിൽ മൂടി. എന്നിട്ട് ഭാര്യയോട് വസിയത്ത് ചെയ്തു, ഈ യുദ്ധത്തിൽ എനിക്ക് വല്ലതും സംഭവിച്ചാൽ അതിന് ഇത്ര വിഹിതം നിനക്കാണ്, ഇത്ര നമ്മളെ ഇന്ന മക്കൾക്കാണ് എന്ന് വസിയത്ത് ചെയ്തിട്ടാണ് ഇവര് പോന്നത്. വേറെ ഒരു കുട്ടി ഈ സംഭവം അറിയൂല. നബി തങ്ങൾ അതിനെ സംബന്ധിച്ചാ ചോദിക്കുന്നത്, നിങ്ങളും ഭാര്യ ഉമ്മുൽ ഫളിലും കുഴിച്ചിട്ട പണം എവിടെ? അപ്പതാ എന്നിട്ട് നിങ്ങൾ ഭാര്യയോട് പറഞ്ഞല്ലോ, ഇന്നുസിബ്തു ഫീ സഫരി ഹാദാ ഫഹാദൽ മാലു ലിബനിയ, ഞാൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതെന്റെ മക്കൾക്കുള്ളതാണെന്ന് പറഞ്ഞില്ലേ, ആ പണം എന്തേ എന്ന് ചോദിച്ചപ്പോഴാണ് അബ്ബാസ് തങ്ങൾ പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ് ഇന്നി ലഅലമു അന്നക റസൂലുള്ളാഹ്, ഇപ്പോൾ ഞാനിതാ അറുത്തു മുറിച്ചു വിശ്വസിക്കുന്നു അങ്ങ് അള്ളാന്റെ ദൂതര് തന്നെ. ഇന്ന ഹാദാ ശൈഉൻ മാ അലിമഹു അഹദുൻ ഗൈരി വഗൈറു ഉമ്മു ഫളിൽ, ഉമ്മുൽ ഫളിലും ഞാനുമല്ലാത്ത ഒരു കുട്ടി പോലും ഈ വിഷയം അറിയില്ല. അത് അവിടെ നിന്ന് പറഞ്ഞല്ലോ അങ്ങ് അള്ളാന്റെ റസൂല് തന്നെ. വമാഹു അലൽ ഗൈബി ബിളനീൻ, നബി ഇങ്ങനെ മറഞ്ഞ കാര്യം പറയണേൽ പിശുക്ക് കാണിച്ചാളല്ല, ആവശ്യമുള്ളിടത്ത് യഥേഷ്ടം പറഞ്ഞിട്ടുണ്ട്.
ആവശ്യമില്ലാത്തടത്ത് പറയാറില്ല. അറിയാത്തത് കൊണ്ടോ അറിയണമെന്ന് ആഗ്രഹിച്ചാൽ അള്ളാഹ് അറിയിച്ചു കൊടുക്കാത്തത് കൊണ്ടോ അല്ല, ചില മസ്ലഹത്ത് ഉദ്ദേശിച്ച് ചിലയിടത്ത് ഇങ്ങനത്തെ ഗൈബ് പറയൂല. ഇത് ചൂണ്ടിക്കാട്ടി റസൂലുള്ള ഗൈബ് അറിയൂല എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? നബി എന്നതിന്റെ പരിഭാഷ നമ്മൾ പ്രവാചകൻ എന്ന് പറയുന്നത്. പ്രവാചകൻ എന്ന വാചകത്തിന്റെ തന്നെ അർത്ഥം എന്താ? ഭാവിയിൽ വരാൻ പോകുന്നത് മുൻകൂട്ടി പ്രവചിക്കുന്നവൻ എന്നല്ലേ? പ്രവാചകൻ ഭാവി അറിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായി? അത് നേരെ വൈരുദ്ധ്യ. ആ പ്രയോഗം തന്നെ വൈരുദ്ധ്യാണ്. അള്ളാഹു അവന്റെ അമ്പിയാക്കൾക്ക് അവരാഗ്രഹിക്കുമ്പോൾ ഏത് ഗൈബും അറിയിച്ചു കൊടുക്കും. അതറിയാനുള്ള ഒരു കെൽപ്പ് തന്നെ സാധാരണ മനുഷ്യർക്കില്ലാത്തത് അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ നുബുവത്തിന്റെ പ്രത്യേകത വിശദീകരിച്ച കൂട്ടത്തിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച് അംഗീകരിച്ചതായി കാണാവുന്ന ഒരു വസ്തുതയാണ്. അതാണ് മുസ്ലിമീങ്ങൾ ആ വിഷയത്തിൽ വിശ്വസിക്കേണ്ടത്. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മദീനയിൽ ഈ വിജയം നേടി മുന്നോട്ട് പോകുകയാണ്.